ചങ്ങനാശ്ശേരി മാമൂടുള്ള കൂവക്കാട് കുടുംബത്തിന് ഇത് സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒക്കെ നിമിഷങ്ങളാണ്. ഇന്നലെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ മോൺ ജോർജ് കൂവക്കാടിനെ കർദിനാളായി ഉയർത്തുന്നത്. എനിക്കൊപ്പം ഈ മോൺ ജോർജ് കൂവക്കാടിൻ്റെ പിതാവും അതുപോലെ തന്നെ മാതാവും സഹോദരങ്ങളും ഒക്കെ ചേരുകയാണ്. പ്രതീക്ഷിച്ചിരുന്നോ എപ്പോഴെങ്കിലും? കർദിനാളാകുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. ആർച്ച് ബിഷപ്പാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. സന്തോഷമായി. ഒത്തിരി സന്തോഷമുണ്ട്. തമ്പുരാൻ തന്ന ഈ അനുഗ്രഹം പരിശുദ്ധ പിതാവിലൂടെ ഞങ്ങൾക്ക് കിട്ടിയതിനകത്ത് ഒത്തിരി സന്തോഷമുണ്ട്. മകൻ വിളിച്ചായിരുന്നു? എന്താ പറയും? പരിശുദ്ധ പിതാവ് എനിക്കൊരു സമ്മാനം തന്നെന്ന് പറഞ്ഞു. എന്നാ സമ്മാനം ചോദിച്ചു പറഞ്ഞു എനിക്ക് മോൺസിഞ്ഞൂറാക്കി കർദിനാളാക്കിയെന്ന്. ഈ സ്ഥാനാരോഹണ ചടങ്ങ് ഡിസംബർ 8-നാണ്. അപ്പോൾ അത് കാണാൻ പോകുന്നുണ്ടോ? അതെ, ആഗ്രഹമുണ്ട്. അതൊന്നും തീരുമാനത്തില്ലല്ലോ. ഡിസംബർ 8. വിളിച്ചപ്പോൾ എന്താ പറഞ്ഞേ? വിളിച്ചപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. അന്നേരം പെട്ടെന്ന് അച്ചാച്ചനോടും അമ്മയോടും പറഞ്ഞു അങ്ങ് വെച്ചു, കാരണം തിരക്കായിരുന്നു. പിന്നെ രാത്രി വിളിച്ചാണ് പറഞ്ഞത്. അപ്പം ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല. മെത്രാഭിഷേകം ചങ്ങനാശ്ശേരിയിലും കർദിനാളുടേത് റോമിൽ വെച്ചുവാ. എന്തായാലും ഈ സന്തോഷ നിമിഷത്തിൽ കുറച്ച് ബന്ധുക്കൾ കൂടി ഇവിടെ കൂവക്കാട് കുടുംബത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളെയൊക്കെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ഒരു ദിവസം കൂടിയാണ്. ഒത്തിരി 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 സന്തോഷം. എങ്ങനെ തോന്നുന്നു? ഒത്തിരി സന്തോഷം. ഇനി അച്ഛനെ ഒന്ന് കാണണം. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരാൾ. അതെ അതെ, ഇത്രയും ചെറുപ്രായത്തിൽ ഇത്രയും ഉന്നത സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു വലിയ കുടുംബത്തിൻ്റെ ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയാം. കാരണം അത് കേരളത്തിൽ തന്നെ ചരിത്രത്തിലെ 6ാമത്തെ കർദിനാളായിട്ടാണ് ഇപ്പം നമ്മുടെ സഹോദരനെ ഉയർത്തിയിരിക്കുന്നത്. ഈ 2006 മുതൽ വത്തിക്കാനിൽ തന്നെയായിരുന്നു അല്ലേ? അതെ 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 അതെ, നയതന്ത്ര കാര്യങ്ങളും അതുപോലെ മാർപ്പാപ്പയുടെ വിദേശ യാത്രകളുടെ കോർഡിനേറ്ററായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണാൻ വേണ്ടിയിരിക്കുമായിരിക്കും. അതെ അതെ, അച്ഛനോട് സംസാരിക്കുന്ന നമുക്ക് ഒരു എല്ലാവരും കൊച്ചു പിള്ളേരോട് പോലും അച്ഛൻ എല്ലാവരുടെയും അവരുടെ കാര്യങ്ങൾ തിരക്കി അങ്ങനൊരു മനസ്സിൻ്റെ ഉടമയാണ്. കുടുംബം ഒന്നാകെ ഡിസംബർ 8 നടക്കുന്ന ഈ ചടങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മാത്രമല്ല അവിടെ പോയി കാണണമെന്ന ആഗ്രഹമൊക്കെ കുടുംബത്തിനുണ്ട്. എന്തായാലും അതൊക്കെ നടക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദസ്റ്റി, മാതൃഭൂമി ന്യൂസ്.